നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പാലക്കാടിൻ്റെ ഗ്രാമീണ ദൃശ്യഭംഗിയാണ് കേട്ടോ. അപ്പോൾ പാലക്കാടിൻ്റെ ഭംഗിയും ഒപ്പം പാലക്കാട്ടുകാരുടെ നിഷ്കളങ്കതയും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. സോ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ. സത്യം പറഞ്ഞാൽ ഈ ഒരു വഴിയും ഈ ഒരു കുളമൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മൈക്കുളം ടൂർ എന്ന് പറഞ്ഞിട്ട്. അന്നേരം കുളത്തിൽ മീൻ പിടിക്കലായിരുന്നു. അപ്പം മീൻ പിടിച്ച് കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനത് കാണിച്ചത്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കയറി കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ സമയത്ത് പക്ഷേ കുറച്ചുകൂടെ വേനലായിരുന്നു, മാർച്ച് സമയമായിരുന്നു. അപ്പം ഇതുപോലുള്ളൊരു അന്തരീക്ഷമല്ല പാടത്ത്, ചൂടിലൊരു കാറ്റുണ്ടാവുമായിരുന്നു അന്നേരം. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കാറോടുകൂടിയുള്ള നല്ല അടിപൊളി തണുത്ത കാറ്റാണ്, നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ് ശരിക്കും ഈ പാടത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പാടത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു റിഫ്രഷ്മെൻറ്റ് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഈ പാടത്ത് പോകുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് പോകുമ്പോൾ നമുക്ക് പേടിക്കേണ്ടത് അവിടെയുള്ളൊരു പാമ്പുകളെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ പേടി. കാരണം ഫുള്ള് പുല്ല് നിറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണല്ലോ. കാരണം നമ്മൾ എത്ര പുല്ല് വെട്ടിയാലും അത് പിന്നെയും കിളിർത്ത് വരും. കാരണം നല്ല മഴയും അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നിങ്ങൾക്ക് നടിയിലൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നടിയിൽ കഴിഞ്ഞു. അപ്പോൾ നടിയിലെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും വേണ്ടിയിട്ടുള്ള വിത്തുകൾ ഒരു പർട്ടിക്കുലർ കണ്ടത്തിൽ നമ്മൾ നടും. അതിനാണ് ഞാറ്റ് കണ്ടം എന്ന് പറയുക. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഞാറ്റ് കണ്ടത്തിൽ നിന്ന് നമ്മൾ ബൾക്കായിട്ട് പറിച്ച് ബാക്കിയുള്ള എല്ലാ കണ്ടത്തിലേക്കും കൊണ്ട് നടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, നെൽച്ചെടികൾ കൊണ്ട് നടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നടിയിലെന്ന് പറയുക. അപ്പോൾ അത് ഞാൻ ക്ലിയറായി കാണിച്ചു തരാം. എൻ്റെ അച്ഛൻ ഇതൊക്കെ ക്ലിയറായി പറഞ്ഞും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കാണാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായിരിക്കും ചിലപ്പം. അപ്പോൾ ഈ ഒരു വരമ്പിൽ കൂടെ നടന്നിട്ട് വേണം ആക്ച്വലി അവരിപ്പോൾ നടിയിൽ ചെയ്യുന്ന സ്ഥലത്ത് എത്താനായിട്ട്. അപ്പോൾ ഈ ഒരു വരമ്പ് ശരിക്കും ഭയങ്കര പ്രസിദ്ധമാണ്. കാരണം ഞങ്ങൾക്കിടയിൽ പ്രസിദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാടത്തും വരമ്പത്തും ഒക്കെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു സത്യഭാമ ചേച്ചി ഉണ്ട്. ആ ചേച്ചിയെ പറ്റി ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം 36 ഇവിടെ ഒരു 6:30-7 മണി വരെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കും. കൂട്ടത്തിലൊരു നായ്ക്കുട്ടി ഉണ്ടാവും ആളുടെ ഒരു കൂട്ടിനായിട്ട്. അപ്പം തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു വരമ്പിലാണ് ഒരു വലിയ ആളുടെ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 10-12 അടി നീളമുള്ള ഒരു വലിയ മൂർക്കം പാമ്പ്. അപ്പം ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിന്നപ്പോൾ ചേച്ചി പാമ്പിനോട് പറഞ്ഞത്രേ, ഉണ്ണിയെ എനിക്ക് ഈ വഴി കൂടെ തന്നെ പോകണമടിയാ, നീ ഇത്തിരി മാറിക്കിടക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും പാമ്പ് അങ്ങ് പേടിച്ച് ചേച്ചിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത വരമ്പാണിതെന്നാണ് ചേച്ചി പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചായിരുന്നു, ചേച്ചി പാമ്പിന് ചെവിയൊക്കെ ഉണ്ടോ, പറയുന്നതൊക്കെ കേൾക്കുമോ? ചെവി ഇല്ലയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അത് ചേച്ചി പറയുന്നത് അത് വിവരമില്ലാത്തവർ പറയുന്നത് ആ പാമ്പിന് ചെവിയില്ല എന്നൊക്കെ. ശരിക്കും പാമ്പിന് ചെവിയുണ്ട് എന്ന്. അപ്പം അങ്ങനെയുള്ളൊരു നിഷ്കളങ്കമായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ് ശരിക്കും പാലക്കാട്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ പാലക്കാടിൻ്റെ ഭംഗി കൂട്ടുന്നത് കൊല്ലങ്കോടിൻ്റെ ദൃശ്യഭംഗി മാത്രമല്ല, മറിച്ച് പാലക്കാട്ടുകാരുടെ ഒരു നിഷ്കളങ്കതയും കൂടെയാണ്. അപ്പോൾ കുറേ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ അവിടെ നടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ വന്ന് പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഞാറ്റ് കണ്ടം എന്നൊക്കെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ പറഞ്ഞു തരും കേട്ടോ, നിങ്ങൾ കേട്ടോളൂ. ഇനി കുറച്ച് നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഭാഷണങ്ങളാണ്. അത് ഞാറ്റ് കണ്ടം. ഈ കൃഷിയുടെ മൊത്തം ഉള്ള ഭാഗത്തേക്കുള്ള ഞാറ് പാകം, അത് അതിലേക്കുള്ള വിത്തതിൽ ഞാറ് പാകിയിട്ട് ഒരു 24-25 ദിവസം 22 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് പറിക്കും. ഞാറ് പറിച്ച് നടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് രാഗിണി. 10 ഏക്കർ കൃഷിയിൽ നിന്നും 4 ലക്ഷം രൂപ. അതെന്താ അങ്ങനെ? അച്ഛൻ മാത്രം ഇന്ന് കൃഷിയിൽ ലാഭമുള്ളൂ എന്ന് പറയുന്നത് അച്ഛൻ മാത്രം. ഞങ്ങൾ എല്ലാവരും പറയും സാറ് ഇവിടെ വന്നത് തൊട്ടിട്ട് സാറ് പറയുന്നത് കിട്ടി പറയുന്നത്. വേറെ എത്ര ആൾക്കാരില്ലേ എന്ത് കിട്ടിയാലും കിട്ടിയിട്ടില്ല. പിന്നെ അവർക്കൊക്കെ ചെലവല്ലേ അറിയുള്ളൂ. കണ്ടത്ത് കൊണ്ടുപോയി നമ്മൾ കളിക്കാൻ വരികയാണെന്ന ഇവര് ധാരണ. അവിടെ എന്താ കണ്ടത്ത് പോയി ഉറങ്ങിക്കിടക്കുന്ന ചേച്ചി കൊടുത്തിട്ടുണ്ട് 10-65.
ഞങ്ങളുടെ വരുമാനവും ഇത് തന്നെയാണ്. അത് അവർക്ക് പണിക്കൂലിയും കൊടുത്തിട്ട് 1 ലക്ഷം 1.25 ലക്ഷം കരാറിന് അവർക്ക് എടുത്തിട്ട് ഡീസിന് കൊടുത്തിട്ട്. ഇതൊക്കെ പതിയാണ് കേട്ടോ സംസാരിക്കാൻ. അതിനെന്താണ് അതും വന്നാൽ എല്ലാവരും കണ്ടാ വയ്യ ഉണ്ണി വേണ്ട. അതെന്താണ് ഇപ്പോ സാറ് നമ്മുടെ സാറുമാരൊക്കെ ഉണ്ട് അവിടെ. വേണ്ടത് വായിക്കാലോ. അത് ഇതിന്റെ ലീഡറാണ്. അത് നമുക്ക് എന്താണ് മീഡിയ വണ്ണെന്നും ദൂരദർശൻ ചാനലുകാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജില്ലാ പഞ്ചായത്തിലൊക്കെ പോയിട്ട് അവരിങ്ങനെ വേണ്ടത് ഞാൻ എന്റെ അടുത്ത് പറയാൻ പറ്റും, വേണ്ടത് എടുത്തിട്ട് അല്ലാത്തൊക്കെ കളയൂല്ലേ. അതാണ് കുഴപ്പമില്ല ഇതൊന്നും. എങ്ങനെ അച്ഛനാണ് ഏറ്റവും നല്ല കൃഷിക്കാരനാ. അച്ഛനാണ് ഇത്തിരി വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളത്. ബാക്കി എല്ലാവരും പറയുന്നത് കുഴപ്പമില്ല, വലിയ കാര്യമില്ല, അത്ര മെച്ചമില്ല. സാറ് മാത്രമേ പറയുള്ളൂ കിട്ടിയത് തന്നെ ഇത്ര കിട്ടിയെന്ന് പറയുന്നത്. ഞങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്കും കിട്ടുന്നതൊക്കെ അറിയണ്ടല്ലോ ഉണ്ണി. പിന്നെ എങ്ങനെ അച്ഛനെ മാത്രം കിട്ടണേ? കിട്ടുണ്ടല്ലേ എനിക്ക് എന്താണ് അവര് 60 പേർക്ക് കൃഷി എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ. അതിന് സത്യമാണോ ഉണ്ണി? സെക്കൻഡിൽ ഒരു 10-15 രൂപ നമ്മൾ അവർക്ക് പാട്ടക്കൂലിയും കൊടുത്തിട്ടാണ് കിട്ടുന്നത്. 1 ഏക്കർക്ക് ശരിക്കും സുമാറ് വന്നിട്ട് പണി ചെലവ് ഞങ്ങള് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഒരു 30,000 രൂപ വരില്ല സാറേ. 30 വരും, പണി ഒരു 40 വരും. 30-35 വരും. ഒരു 60,000 ടോട്ടൽ പറഞ്ഞാൽ ഒരു 20,000 രൂപ ഫസ്റ്റിൽ കിട്ടും. സെക്കൻഡിൽ വേണമെങ്കിൽ ഒരു 30,000 രൂപ വെച്ച് കിട്ടും. അത്ര അപ്പൊ സാറിന് കുറെ ഏക്കർ ഉണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് അച്ഛൻ പറയുന്നത് ഇവര് ഇത് നമ്മളെ മക്കളൊക്കെ എന്താ പറയണറിയോ, എന്റെ പൈസയൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ കളയുക. ഉണ്ണി അതൊരിക്കലും പറയണ്ട. പൈസ കളയാണ്. ഒരു ജോലി സമയത്ത് കാലത്ത് അണിച്ച് ഒരു ഉദ്യോഗസ്ഥന്റെ അവിടെ പോണെങ്കിൽ സമയം നോക്കണം, അവരുടെ ടൈം നോക്കണം, മറ്റുള്ളവരുടെ പ്രശ്നം നോക്കണം. ഇതൊന്നും നോക്കണ്ട. അത് എത്ര വഴിയെങ്കിലും എടുക്കല്ലേ, നമ്മുടെ സമയത്തിന് വന്ന് നോക്കിയാൽ മതി. ആള് മാത്രം അച്ഛനോ കാലത്ത് 3 മണിക്കാണ് ചേച്ചി അടിക്കണം, അറിയോ നിങ്ങക്ക്? കൃഷി അതാണ്. എല്ലാവരും ഉദ്യോഗസ്ഥനും പോവാണെങ്കിൽ അത് 10 മണിക്കേ പോവുള്ളൂ. അത് എത്ര മണിക്ക് പോകും? അച്ഛന് സ്വന്തം അതൊക്കെ 9 മണിക്ക് 8 മണിക്ക് പോകും. ഒരു 10 മണിക്കൊക്കെ പോവും. ഇങ്ങനെ വരും. അത് ഗവൺമെന്റ് ജോലി. ഇത് പറഞ്ഞ് നമ്മുടെ സ്വന്തം ഭൂമിയിൽ ഇത് കട്ടായിട്ടില്ല. അതിന് വെള്ളപ്പ ഇത് ഇവർക്ക് ഇതിന്റെ ഇത് ഓരോ സെറ്റപ്പിൽ ഓരോ പണിയുണ്ട്. എന്ന് വെച്ചാൽ ഓരോരോ സമയത്ത് അത് ചെയ്യണം. വെള്ളം കറക്റ്റ് ചെയ്യണം. ഇതവര് നടുമ്പോൾ വെള്ളം കൂടാൻ പാടില്ല. ഒഴിവാക്കുമ്പോൾ വെള്ളം വേണം. ഇത് കഴിഞ്ഞാൽ ഒരു കള അത് കൊടുക്കണം. അച്ഛന് ഒരു കാര്യസ്ഥനെ വെക്കാണ്ടല്ലോ അച്ഛൻ ഇതൊക്കെ എടുത്ത് നടക്കണത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ വെച്ച് അച്ഛപ്പത്തിന് ചെറുതായി. ഞങ്ങളതാ പറയുന്നത് ഇതിന് നടന്നത് നല്ല വ്യായാമമായി. അതെ, ഞങ്ങൾക്ക് പഞ്ചായത്ത് പണിക്ക് പോകാൻ നേരം കിട്ടുന്നുണ്ട്. ഇതിൽ അത്രയും പണി ചെയ്തതാണ്. നിങ്ങൾക്ക് എന്തിനും ചേച്ചി പഞ്ചായത്ത് പണി? അതെ, അവർക്കല്ല അവര് ഒറ്റഞ്ഞാർ കൃഷി പഞ്ചായത്ത് പണി എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോ വേണം. ഇവിടെ പഞ്ചായത്ത് പണ്ട് ആളാണ്. ഞാനും 7 ദിവസമായിട്ട് നിൽക്കുന്നു. ഈ സംസാരത്തിന്റെ ഇടയിലും ഇവര് ഞാറ് നടുന്നുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കിക്കോളൂ. എന്റെ മക്കളായി ജനിച്ചിട്ട് കൃഷിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ലാന്ന്. മൈത്രി പറഞ്ഞൊരു കൃഷിന്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന മെഷീൻ്റെ ഉണ്ട്. ആ സാറിന്റെ മക്കളൊക്കെ ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. സാർ എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് പോയപ്പോൾ അവർ വർഷങ്ങളായി അവർ എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. രാവിലെ ചേച്ചി ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, ജോലി ബാംഗ്ലൂർ എവിടെ പോയിട്ടും ഇല്ലെങ്കിലും നീ വന്നോ, 1000 പേർക്ക് കൃഷി ഡീസൽ എടുത്ത് തരാം. ആ കൃഷി മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നീ നിൽക്കട്ടെ. ഇനിയുള്ള മക്കൾക്ക് പാഠം പഠിപ്പിക്കുന്നത് നമ്മളെ ഇതാണ്. ഞാൻ എൻ്റെ മക്കൾക്കോട് ചെയ്യിപ്പിക്കുന്നത് ഇതാണ് പറഞ്ഞു. അതേമാതിരി അവിടെ അബ്ബാരി കോൺട്രാക്ടർ പറഞ്ഞില്ല അന്തരീക്ഷ അവര് ചെറിയ മകൻ എന്തിൻ്റെയൊക്കെ സിനിമ എഡിറ്റിംഗ് പറഞ്ഞിട്ട് വേണ്ട പണമുണ്ട്. പോയി വന്നിട്ട് ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? കൃഷിയാണ്. ഇപ്പൊ തലമുറകൾ വരാൻ തുടങ്ങി. ഏകദേശമുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്. പുതിയ തലമുറ കൃഷിയിലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാം ഈ സത്യത്തിൽ വരുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഇപ്പൊ ചെക്കൻകുട്ടികളൊക്കെ വന്ന് ഇറങ്ങി അവർക്ക് ഇതിനെ പറ്റിയിട്ട് ലാഭം പണി പറഞ്ഞിട്ട് നമുക്ക് സ്വന്തം ഭൂമിയല്ലേ ഉണ്ണി. ചേച്ചി ഇവർക്ക് ആ പണയത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടേ ഒരുവിധം കുഴപ്പമില്ലാണ്ട് പിടിച്ചു നിൽക്കുന്നത്. ആ 1 ലക്ഷം ഇവർക്ക് എന്തായാലും ലാഭം കിട്ടുമല്ലോ സ്വന്തം ഭൂമിയിൽ. ലാഭം പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും ഇപ്പോ? 10 ആൾക്ക് നമുക്കൊരു തൊഴിലും കൊടുക്കാനായി, നമ്മുടെ കാര്യമായി. എല്ലാവരും ഇങ്ങനെ കൃഷി വെറുത്ത് പോയാൽ നമ്മ മാമുണ്ടേ, തമിഴ്നാട്ടുകാരനെ ആലോചിക്കട്ടെ. അരി ഉണ്ടോ ഉണ്ണി? അരി ഭക്ഷണം എല്ലാവരും ഇപ്പൊ അച്ഛൻ ഇപ്പൊ ഒരാൾ ഇറങ്ങി. അതേമാതിരി എല്ലാവരും വേണ്ട പറഞ്ഞ് വെച്ചിട്ട് പോയ ഈ നാട്ടില് കൃഷിയൊക്കെ ആര് ചെയ്യുന്നത്? ഒരു തള്ളലും ഇല്ല. ഉണ്ണി ഒരു ദിവസം അച്ഛനെയും കൂട്ടിട്ട് വരി. അച്ഛൻ്റെ കൂടെ ജോലി ചെയ്ത സാറുമാര് റിട്ടയർഡ് ആയവര് ഞങ്ങളുടെ അടുത്തുണ്ട്.
അവരും ഇതേപോലെ തന്നെ 3 മക്കളും 2 ആളും നാരായണേട്ടൻ ഒരു ഡോക്ടറല്ലേ സാറേ, അവരൊക്കെ ഇതാണ്. ആ പെൺകുട്ടിയും വന്നിട്ടില്ലേ മിഞ്ഞാന്ന് ഞാനൊരു കണ്ടത്തിൽ വേര് കെട്ടണു. ആ ഞാൻ കെട്ടണ ഉണ്ണി കെട്ടണ്ട എന്നെ പറയാ, ഉണ്ണി കെട്ടണ്ട, നീ ചെയ്തോ നല്ല കാശുണ്ടാക്കാം. നീ ഒന്നും നോക്കണ്ട, നീ ഗവൺമെന്റ് ജോലിയെ നോക്കണ്ട. സത്യം പറഞ്ഞാൽ ഉണ്ണി ഇത് നോക്കിയാൽ നിനക്ക് മെല്ലെ ഉറങ്ങി അടിച്ചാൽ മതി. വീട്ടിലെ പണിയും ചെയ്തിട്ട് പാടവും നോക്കി സമാധാനത്തിന് 10 റുപ്യ ഉണ്ടാക്കാം, ഒരു ടെൻഷനില്ല. ഞങ്ങളെ വിളിച്ചാൽ മതി, എന്ത് പണിയും വന്നു. നിങ്ങൾ പിന്നെ സ്ഥിരമാണല്ലോ അത് എന്ത് പണിയും ചെയ്തൊരു അച്ഛന് വൈകിങ്ങനെ ഉണ്ണി വിളിച്ചോ. ചേച്ചി അവരെ അപ്പൊ ഇവിടത്തെ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ 10-65 പേർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ലീസിന് അവർക്ക് പൈസ ഒരു ഏക്കർക്ക് എങ്ങനെയും 60 4 വണ്ടി നെല്ലെടുക്കില്ല സാറേ. 4 ഇങ്ങനെ 5 വണ്ടി കിട്ടിയാലും ഉണ്ണി 65,000 രൂപ കിട്ടും. ഒരു 30,000 പേര് ഒരു ഏക്കർക്ക് 35 വെച്ച് വന്നോ. നമ്മുടെ സമയം ആരെന്ത് ഈ സമയത്ത് വന്ന് വെക്കുവോ, ചെയ്ത് വെക്കുവോ? നിങ്ങൾ പ്രത്യേകം അമ്മ അന്വേഷിച്ചു പറയാൻ പറയണ ഉണ്ണി അന്വേഷിച്ചു പറയട്ടെ. കൂലി കേട്ടാ സംസാരിക്കാൻ അങ്ങനെ കൃഷിയെ പറ്റിയും അതേപോലെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. പക്ഷേ ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിലും രാഗിണി ചേച്ചി നടിയിലൊന്നും വിട്ടുകളയുന്നില്ല കേട്ടോ. ആളുടെ പോർഷൻ ആൾ കൃത്യമായിട്ട് നടിയിൽ നടത്തുന്നുണ്ട്. ഇവർ കരാറടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ് എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയത് ഈയിടെയാണ്. കാരണം കൊല്ലങ്കോട് ആ ദൃശ്യഭംഗി വിളിച്ചോതുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ലൈക്ക് മല, അതിൻ്റെ ഫ്രണ്ടിൽ കുറേ പാടങ്ങൾ, അതിൻ്റെ ഒത്ത നടുക്കൊരു ചെറിയ പാർപ്പിടമൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആളുകൾ ഭയങ്കര ആവേശത്തോടു കൂടി വന്ന്, കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി വന്ന് നിൽക്കുന്ന ഇത് കാണുമ്പോഴാണ് ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ട്, കാണാത്ത ആളുകളുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ പ്രചോദനമായത്. ഇതെല്ലാവരും കാണണം. നെൽച്ചെടികൾ അല്ലെങ്കിൽ അരി ഏത് മരത്തിലാണ് കായ്ക്കുന്നതെന്ന് ഉള്ള കുട്ടികളുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ഒരു ദൃശ്യഭംഗി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ദൃശ്യവിരുന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. സോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാറ്റുകണ്ടം എന്ന് പറയുന്നത്. ഈ ഞാറ്റുകണ്ടത്തുനിന്ന് ഇവർ ബണ്ടിലായിട്ട് ഞാറ് പറിച്ചു വയ്ക്കുന്നു. ഇതിവർ തലയിലേറ്റി പോകുന്നു. ആക്ച്വലി ഈ ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഇതൊക്കെ എപ്പോഴാണ് ചാനലിൽ വരുന്നതെന്നൊക്കെയാണ് അവരുടെ ചോദ്യം. പണി മാറിപ്പോയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെയാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാൻ നേരത്താണ് അച്ഛൻ ഇതിൽ എത്രത്തോളം വെള്ളം കെട്ടി നിർത്തണം, എങ്ങനെ കെട്ടി നിർത്തണം എന്നുള്ളതിൻ്റെയൊക്കെ ടെക്നിക്കാലിറ്റി ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കേട്ട് വെക്കാം. വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു താഴേക്ക്. അത് ഒരു ഇതേപോലെ പാകപ്പെടുമ്പോൾ അതിൽ വെള്ളത്തിനത്തെ കട്ട വയ്ക്കും പറയുന്നത് വെച്ചാൽ വെള്ളത്തിന് തടയോടെ എന്നിട്ട് കളനാശിനി കൊടുക്കും. ആക്ച്വലി എൻ്റെ അത്താക്ക് എപ്പോഴുള്ളൊരു പരാതിയാണ് കേട്ടോ. ഭാര്യയും മക്കളും മനസ്സിലാക്കുന്നില്ല, കൃഷി ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നൊക്കെ അത്താക്ക് എപ്പോഴുള്ളൊരു സങ്കടമാണ്. പക്ഷെ അത് നിരുത്സാഹപ്പെടുത്തുന്നതല്ല. അച്ഛൻ കാലത്തൊരു 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് പാടത്ത് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അതുപോലെ രാത്രി ഏറെ വൈകി ഒരു 7-8 മണി വരെയൊക്കെ പാടത്ത് നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാടത്ത് പന്നിയും പാമ്പും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി കർഷകരുടെ പന്നി കുത്തിമറിച്ച് ജീവൻ പോയ കർഷകരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ അത്ത അതൊന്നും കേൾക്കൂല, അത്ത അതൊന്നും വകവെക്കൂല, അത്ത പാടത്ത് എപ്പോഴും പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അച്ഛൻ എപ്പോഴും ഇഷ്ടമുള്ളൊരു സ്ഥലം പാടം തന്നെയാണെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് ആക്ച്വലി എൻ്റെ അനിയനെടുത്തൊരു ഫോട്ടോഗ്രാഫാണ് അച്ഛൻ പാടത്ത് കൂടെ നടക്കുന്നത്. സോ അത് ഞാനൊരു ആർട്ട് വർക്കായി ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ കളറിൽ. സോ അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വർക്കിൻ്റെ ടൈറ്റിൽ പോലും ഞാൻ കൊടുത്തിട്ടുള്ളത് മൈ ഡാഡ് ആൻഡ് ഹിസ് സോൾ എന്നാണ്. അപ്പോൾ ഈ കാഴ്ചകളും ഈ പെയിൻറ്റിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ ബൈ.